ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നലെ എപ്പിസോഡ് തീരുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ അഞ്ജലി ഇങ്ങനെ മുറ്റത്തേക്ക് എത്തുമ്പോൾ ഹരി രാഘവനിയുടെ അസിസ്റ്റന്റുകളെയാണ് ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തിട്ട് പത്മ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നത് കേട്ടോ. അതായത് കോടതിയിൽ നിന്നുള്ള സമൻസ് ആണ്, അതാണ്. അപ്പൊ നേരിട്ട് വേണം പത്മയുടെ കയ്യിലേക്ക് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഈ അസിസ്റ്റന്റുകൾ നിൽക്കുകയാണ് രാഘവനുണ്ണിയുടെ, അല്ലെ? ജാസ്മിന് അതുപോലെ മറ്റേ ആ പുള്ളിയും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ആര്യയോട് ഇത് പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട് ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയുമ്പോൾ അവർ സമ്മതിക്കുന്നില്ല. പത്മയുടെ കയ്യിൽ നേരിട്ട് കൊടുക്കേണ്ട സംഭവമാണ് ഇത്, സമൻസ് ആണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ അഞ്ജലി വന്ന് അവിടെ നിൽക്കുന്നു. ഇങ്ങനെ ഒരു സീനോട്, അപ്പൊ അതെങ്ങനെ ശരിയാകും, അത് നടക്കില്ലല്ലോ എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നലെ എപ്പിസോഡ് തീർന്നത്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് പോകാം. അപ്പൊ അതിന്റെ ബാക്കി എന്നോണം. അപ്പൊ അഞ്ജലി പറയാണ്, ഈ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഇതുപോലത്തെ ഒരു ചവിട്ട് നാടകത്തിന്റെ നിലവാരത്തിലുള്ള ഈ ഡ്രാമ, അതായത് കോടതിയിൽ നിന്നുള്ള സമൻസ് ഇപ്പോൾ കൊണ്ടുപോകുന്ന അസിസ്റ്റന്റുകളാണോ എന്നതിൽ ഒരു പരിഹാസ രൂപേണ ശരിക്കും പറഞ്ഞാൽ അഞ്ജലി ഈ ജാസ്മിനോടൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ നാവിറങ്ങി പോട്ടോ. അപ്പൊ ഈ സമയത്ത് അഞ്ജലി അവിടെ വരുമെന്ന് അവരൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പൊ അഞ്ജലി ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് അവർ രണ്ടുപേരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അഞ്ജലി അവിടെ എത്തി ഇങ്ങനെ ഒരു വാക്ക് ചോദിച്ചപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു വീണൊരവസ്ഥയായി കേട്ടോ. അപ്പൊ ഇത്രയും തറവേല നിങ്ങൾ ചെയ്യുമെന്ന് കരുതിയില്ല. അപ്പൊ പത്മയെ ഞാനാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് കരുതിയിട്ട് നിങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര തറപ്പണിക്ക് വേണ്ടി മുതിരും എന്ന് ഞാൻ വിചാരിച്ചില്ല. എന്താണെങ്കിലും രാഘവനുണ്ണിയുടെ ഐഡിയ കൊള്ളാം, പക്ഷെ പുള്ളി ഇത്രയും നിലവാര തകർച്ച പുള്ളിക്ക് ഉണ്ടോ എന്നൊക്കെ രീതിയിലൊക്കെ അഞ്ജലി ചോദിക്കും. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. ഇപ്പോൾ ജാസ്മിനൊക്കെയാണ് നാവിറങ്ങി നിൽക്കുകയാണ്, ഒന്നും തിരിച്ച് പറയാനും പറ്റുന്നില്ല, പെട്ടൊരവസ്ഥയിൽ അവർ നിൽക്കുക കേട്ടോ. എന്താണെങ്കിലും അഞ്ജലി കുറേ അധികം കാര്യങ്ങളുള്ളൂ അവരോട് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവര് പിന്നെ തിരിച്ച് ഹോട്ടലിൽ കയറി വേഗം വിട്ടുപോകും കേട്ടോ. അങ്ങനെ അഞ്ജലി കുട്ടി അവിടെ നിൽക്കുമ്പോഴാണ് അമ്മ തിരിച്ചു വരുന്നത് കേട്ടോ. പുള്ളിക്കാരി നൈറ്റി വെക്കാനായിട്ട് ഇന്നലെ പോയ കാര്യമൊക്കെ നമുക്കറിയാലോ. അപ്പൊ അവിടെ വെച്ച് ഗൾഫിൽ പോകാനായിട്ട് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് പോകണമെന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ട് പുള്ളിക്കാരി വീട്ടിലേക്ക് വരുന്ന കേട്ടോ. അപ്പൊ അതൊരു പാസ്പോർട്ട് എടുക്കുകയൊക്കെ വേണം. അപ്പൊ പുള്ളിക്കാരി ശ്യാമളാമ്മ വീട്ടിലേക്ക് വന്ന് കയറുമ്പോ അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ഈ നൈറ്റ് ബിസിനസ്സിനൊന്നും പോകണ്ടെന്ന്, മുട്ടുകാല് അമ്മയ്ക്ക് എന്തോ ഒരു വേദന എടുക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അഞ്ജലിക്കുട്ടി ചോദിക്കും കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല, ഈ ഭയങ്കര ചൂടല്ലേ, അതാണ് എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കണം അങ്ങനെ പറഞ്ഞു. ശ്യാമളാമ്മ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അഞ്ജലിയോട് പറയും, അതെ നീ വേഗം റെഡിയാവും, നമുക്ക് ഇവിടെ മറ്റേ ഒരു ഓഫീസ് വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്, പാസ്പോർട്ടൊക്കെ തരുന്ന ഒരു ഓഫീസുണ്ട്, അവിടെ വരെ നമുക്കൊന്ന് പോകണല്ലോ മോളെന്ന് പറയും. അപ്പൊ ആര്യയും അഞ്ജലിയും കുഞ്ഞപ്പനൊക്കെ ഉണ്ട് അവിടെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് സംഭവം എന്ന് വിചാരിക്കും കേട്ടോ. അപ്പൊ പറയും, അതെ അവിടെ ഗൾഫിൽ പോകാനായിട്ട് അമ്മയ്ക്ക് ഇപ്പൊ എന്തിനാ പാസ്പോർട്ട് എന്ന് ചോദിക്കേ, അമ്മയ്ക്ക് ഇപ്പൊ പാസ്പോർട്ടിന്റെ ആവശ്യം എന്താണെന്ന് അഞ്ജലി ചോദിക്കുക. അപ്പൊ ശ്യാമളാമ്മ പറയും, അതെ ഞാൻ അവിടെ പോയി നിൽക്കുന്ന വീട്ടിൽ അവരിപ്പോ ഗൾഫിലേക്ക് പോവാണ്, അപ്പൊ കൊച്ചിനെ നോക്കാനായിട്ട് ഒരു 6 മാസത്തേക്ക് ഒരാളെ വേണം കേട്ടോ. അപ്പൊ തന്നെ അഞ്ജലി കേട്ടു കേട്ടോ. അപ്പൊ അമ്മ ഗൾഫിലേക്ക് പോകാൻ പോകണം. അപ്പൊ ഇല്ല, അവരെ എന്നെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്, അവർക്ക് ആരെയും കിട്ടിയാൽ മതി എന്നാ പറഞ്ഞത്, അവർ എന്നോടൊന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ 2-3 ലക്ഷം രൂപ കിട്ടുമ്പോളെ ഇപ്പൊ ഒന്ന് പോവുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ അച്ഛന്റെ ചികിത്സയ്ക്കൊക്കെ ഇപ്പൊ ആവശ്യമുള്ള സമയമാണല്ലോ, അതൊരു സഹായം ആകും മോളെ എന്ന് ശ്യാമളാമ്മ പറയേ. അപ്പത്തേനും അഞ്ജലിക്ക് ആ ദേഷ്യവും സങ്കടം എല്ലാം കൂടി വരും കേട്ടോ. അപ്പത്തേനും ആര്യ അമ്മയോട് പറയും, അമ്മ എന്തിനാ ഇപ്പൊ അമ്മ ആ പണിക്കൊക്കെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞത്തേനും ആര്യയോട് അഞ്ജലി പറയും, നീ ഇടപെടണ്ടടി, ഇത് ഞാൻ പറഞ്ഞോളാം, അമ്മയോട് പറയാളെന്ന് പറയും കേട്ടോ. എന്നിട്ട് ശ്യാമളാമ്മയോട് നമ്മുടെ അഞ്ജലി പറയും, ഇപ്പൊ അമ്മ ഗൾഫിലും പോകണ്ട, എവിടെയും പോകാൻ നിൽക്കണ്ട, അച്ഛൻ ഇപ്പൊ ഉടനെ ഓപ്പറേഷന്റെ ആവശ്യമൊന്നും ഇല്ല, ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നും ഇപ്പൊ ഇല്ല, അതുകൊണ്ട് ഇപ്പൊ അമ്മ അതിന്റെ പോകേണ്ട കാര്യമില്ല, ഒന്നുമില്ല, അല്ലെങ്കിൽ അമ്മ പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ തൽക്കാലം ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛന് ഇപ്പം പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പൊ അത് കേൾക്കുന്നതിന് ശ്യാമളാമ്മയ്ക്ക് വളരെ സന്തോഷം. ആണോ മോളെ, അങ്ങനെയാണോ? അപ്പൊ അതിന് പൈസ വേണ്ടേ മോളെ? അപ്പത്തേനും അഞ്ജലി പറയും, അതിനുള്ള പോംവഴികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മ ഇപ്പൊ എന്താണെങ്കിലും ഗൾഫിലും പോകാൻ നിൽക്കണ്ട, എവിടെയും പോകാൻ നിൽക്കണ്ട, പൈസ കണ്ടെത്താനുള്ള വഴികളൊക്കെ എനിക്ക് അറിയാം അമ്മ എന്നൊക്കെ പറയും കേട്ടോ. അപ്പൊ അത് കേൾക്കുമ്പോൾ ശ്യാമളാമ്മയ്ക്ക് ആശ്വാസവും സന്തോഷമൊക്കെ ആവും കേട്ടോ. എന്താണെങ്കിലും പുള്ളിക്കാരിയും പോകും കേട്ടോ. അപ്പോൾ ഈ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു സീനിന് ശേഷം പിന്നെ നമ്മൾ കാണുന്ന സീൻ എന്ന് പറയുന്നത്
ശംഖുചക്രം തറവാട്ടിലെ സീനാണ് കേട്ടോ. അവിടെ രാഘവനുണ്ണി വളരെ തിരക്കിട്ട പരിപാടികളാണ്. അപ്പോൾ ഈ ഡ്രാമ കളിക്കാനെത്തിയ അസിസ്റ്റന്റ് ജാസ്മിനും മറ്റേ പുള്ളിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അവരോട് ഓരോരോ കാര്യങ്ങളെ പറ്റി ഫയൽസ് എടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണേ. അപ്പൊ അങ്ങനെ ഇന്ന് കഴിയുമ്പോൾ ഈ സമയത്ത് അവിടെ ഹരീന്ദ്രൻ വക്കീൽ അവിടേക്ക് എത്തും കേട്ടോ. ഹരീന്ദ്രൻ അവിടെ എത്തും. ഹരി വാ, നീ കയറി വാ, അങ്ങനെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹരീനെ ഇങ്ങനെ വിളിച്ചു വരുത്തും. അപ്പോൾ എന്താണ് സാർ വരാനായിട്ട് പറഞ്ഞു? നമ്മുടെ വേറൊരു സംഭവം ഉണ്ടായിരുന്നില്ല, അതിന്റെ അതിൽ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് വേഗം വരാൻ പറഞ്ഞ എന്താന്ന് ഹരി ചോദിക്കും കേട്ടോ. അപ്പൊ ഹരിയോട് രാഘവനോട് പറയും, അത് നിനക്കൊരു സമ്മാനം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയും കേട്ടോ. അപ്പം പക്ഷെ അതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഒരു ഹരിനെ വിളിക്കുന്നതിന്റെ മുമ്പ് ഒരു സീൻ എന്ന് പറയുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഈ രാഘവനുണ്ണീനെ നമ്മുടെ അഞ്ജലിക്കുട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ശിങ്കടികളെ പറഞ്ഞു വിട്ടത് രാഘവനുണ്ണിയാണെന്നാണ് കേട്ടോ ശരിക്കും അഞ്ജലി വിചാരിച്ചിരിക്കുന്നത്. ആക്ച്വലി രാഘവനുണ്ണി മനസ്സറിയാത്ത കാര്യമാണ്, ശരിക്കും പറഞ്ഞാൽ ഹരീന്ദ്രന്റെ അതിബുദ്ധിയാണ്. അപ്പോൾ ഇത് ചോദിച്ചിട്ട് അഞ്ജലി രാഘവനുണ്ണിനെ വിളിക്കുന്നുണ്ട്. അവർ തമ്മിൽ കുറച്ച് കശവിഷയം കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. താൻ ഇത്ര താന്ന പണിക്കൊക്കെ നിൽക്കുകയാണല്ലോ എന്ന രീതിയിലൊക്കെ അഞ്ജലി വളരെ ചുമ്മാ അങ്ങോട്ട് പച്ചക്ക് ചോദിച്ചു കേട്ടോ ഈ രാഘവനുണ്ണിയുടെ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ആദ്യം ഇങ്ങനെ ആകെ ഞെട്ടിയിട്ടും ആകെ നാണം കെട്ടി ഇരിക്കുകയാണ് കേട്ടോ രാഘവനുണ്ണി. അപ്പൊ രാഘവനുണ്ണി ഇത്രയധികം അപമാനിതനായ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. കാരണം ഏതൊരു റൂൾസ് അറിയാവുന്ന ആൾക്കറിയാൻ ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ ഒരാള് കോടതിയിൽ നിന്ന് അസിസ്റ്റൻസ് അവിടെ ഒരിക്കലും ശ്രമിച്ചു തരാൻ എത്തില്ല എന്നുള്ളൊരു കാര്യം അറിയാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ താൻ ഇത്രയും വലിയ മൂത്ത വക്കീലായിട്ട് തനിക്ക് ഇത്രയും ബോധമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അഞ്ജലി കുറേ അധികം വാക്കുകൾ കൊണ്ട് അപമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ളിൽ കിടന്ന് പുകഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴാണ് അതുപോലെ അഞ്ജലി പറയുമ്പോൾ താൻ അറിഞ്ഞില്ലേ തൻ്റെ ശിങ്കിടി ഹരിയായിരിക്കും ഇത് ഒപ്പിച്ചെന്ന രീതിയിൽ പറയുകയും ചെയ്തു. അപ്പോൾ രാഘവൻ എനിക്ക് ഉറപ്പായി ഈ പണി ഒപ്പിച്ചത് എന്തായാലും ഹരിയാണെന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹരിക്ക് സമ്മാനം കൊടുക്കാനായിട്ടാണ് ശരിക്കും ഞാൻ പുള്ളി വിളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഹരി ചോദിക്കും രാഘവനോട്, എന്താണ് സാറിനെ വിളിച്ചതെന്ന് ചോദിക്കും. അപ്പൊ പറയും, അതെ തനിക്കൊരു സമ്മാനം തരാനുണ്ടോ, അതിനുവേണ്ടിയാണ് വിളിച്ചതെന്ന് പറയും. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ ഹരിക്ക് ചെറിയൊരു സംശയമൊക്കെ തോന്നി, എന്തായിരിക്കും സംഭവം. പക്ഷെ എന്നാലും ഹാപ്പി ആയിരിക്കും, സമ്മാനമാണല്ലോ, അപ്പൊ എന്താണെങ്കിലും കുഴപ്പമില്ല, ആ രീതിയിൽ സന്തോഷമായിട്ട് ഇരിക്കും. അപ്പൊ അസിസ്റ്റന്റുമാർ ഇങ്ങനെ സമ്മാനം കൊടുക്കാനാണല്ലേ അങ്ങനെയൊക്കെ വിചാരിക്കും. അപ്പൊ പറയും താനിങ്ങനെ അടുത്തേക്ക് വാന്നൊക്കെ പറയും. അടുത്തേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും ഹരിയുടെ മുഖം നോക്കി ഒരൊറ്റ പൊട്ടിയിലങ്ങ് പൊട്ടിക്കും കേട്ടോ രാഘവനുണ്ണി. അപ്പൊ എല്ലാവരും ഞെട്ടിപ്പോവും, ജാസ്മിനും മറ്റേ അസിസ്റ്റന്റും ഹരിയൊക്കെ അങ്ങ് ഷോക്കഡായി പോകും. ഇങ്ങനെ സമ്മാനം എന്ന് പറഞ്ഞ മുഖം അടച്ച് അടി കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും ഹരി പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ പുള്ളിയാകെ ഷോക്കഡായി നിൽക്കും. എന്ത് പറ്റി സാർ നോക്കും, താൻ എന്തിനാടോ എൻ്റെ അസിസ്റ്റന്റ് അവിടെ ഡ്രാമ കളിക്കാൻ വേണ്ടിയിട്ട് വിട്ടത്, ഞാൻ നാണം കെട്ടു, എൻ്റെ ജീവിതത്തിൽ ഒരു പീറ പെണ്ണ് കാണാം ഇത്ര അധികം ഞാൻ നാണം കെട്ടിട്ടില്ല എന്നൊക്കെ കിടന്ന് പറയും കേട്ടോ. അപ്പൊ ഹരിക്ക് കാര്യം വെച്ചില്ല, സാർ ഞാനത് പന്മ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തുമ്പുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി അതിബുദ്ധിയായി പോയി സാർ, എന്നോട് ക്ഷമിക്കണം, ഞാൻ എൻ്റെ ഭാഗത്ത് ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടാവില്ല സാർ എന്നൊക്കെ പറഞ്ഞാൽ ഹരി കുറേ അധികം ക്ഷമയൊക്കെ ചോദിക്കട്ടെ. പക്ഷെ അതൊന്നും രാഘവനുണ്ണി കൈക്കൊള്ളില്ല. താനൊന്നും പറയണ്ട, എന്നെ ഒരുപാട് നാണം കെടുത്തി, താൻ ഇപ്പോഴൊന്നും അല്ല, താൻ എപ്പോഴാണ് നല്ല ബുദ്ധി ചെയ്തിട്ടുള്ളത്, ആദ്യം മുതലേ കാർത്തിക് പത്മ വിവാഹം മുതലേ താന് കാർത്തികൻ പരമേന്ദ്രൻ വിവാഹം ആലോചിക്കുന്ന ആ സമയം മുതലേ തന്നെ താന് അബദ്ധങ്ങളല്ലാതെ എനിക്ക് ഉപദ്രവമല്ല താൻ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല, തൻ്റെ ഇരിക്കുന്ന ഫയല ജാസ്മിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു പറയാം കേട്ടോ. അപ്പൊ ഹരിക്ക് എന്താ കാര്യം എന്ന് മനസ്സിലായില്ല. അപ്പൊ ഇപ്പൊ ഹരി പോകാനിരുന്ന കേസിനായി ബന്ധപ്പെട്ട ഫയലാട്ടോ അത്. അപ്പൊ അത് മേടിച്ചിട്ട് ജാസ്മിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഇനി ഈ കേസ് ജാസ്മിൻ നോക്കിയാൽ മതി, തനിക്ക് ഇവിടുന്ന് പോകാം, ഇനി താൻ എൻ്റെ അസിസ്റ്റന്റായിട്ട് തുടരണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു വാക്ക് സത്യം പറഞ്ഞാൽ ഹരിയും ജാസ്മിനും അങ്ങനെ അവരാരും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല കേട്ടോ. കാരണം ഏറ്റവും വലിയ അടുത്ത സന്തത സഹചാരിയാണ് ശരിക്കും ഹരി ഈ നമ്മുടെ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ. അപ്പം ഇങ്ങനെയൊരു സംസാരം ഒരിക്കലും ഉണ്ടാകുന്ന ഹരി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ താൻ ഇനി ഇവിടെ ജോലിക്ക് തുടരണ്ട, താൻ ഇനി ഞങ്ങൾക്ക് വേണ്ട, താനൊരു ഫെയിലിയറാണ്, താനൊരു തോൽവിയാണ്, എനിക്കിനി തന്നെ ആവശ്യമില്ല, താൻ ഇറങ്ങിപ്പോക്കോ, അതാണ് വാതിൽ, അതുവഴി ഇറങ്ങിപ്പോക്കോ എന്ന് പറയുമ്പോൾ കുറെ സോറിയൊക്കെ ഹരി പറഞ്ഞു നോക്കും, എന്നിട്ടും പുള്ളി സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെ രാഘവനുണ്ണിയുടെ വീട്ടിൽ നിന്നും ഹരി ഇറങ്ങിപ്പോയിരുന്ന ഒരു സീന് ഉണ്ട് കേട്ടോ. എന്താണെങ്കിലും വളരെ വിഷമത്തോടുകൂടി ഹരി ഇറങ്ങി പോവുകയാണ് കേട്ടോ. കാരണം ഇത്രയധികം വിശ്വസിച്ച് രാഘവനുണ്ണിയുടെ എല്ലാ നേട്ടങ്ങളിലും കൂടെ നിന്ന് അങ്ങനെ എല്ലാ രീതിയിലും കൂടെ ഉണ്ടായിരുന്ന ഒരാളായിട്ടും ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ രാഘവനുണ്ണി ഹരിനെ ഇറക്കി വിടുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സീന് നടക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനത്തെ സീൻ എന്ന് പറയുന്നത് നമ്മുടെ അഞ്ജലി ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് സ്കൂട്ടർ എടുത്ത് പുറത്തേക്ക് പോകാനൊക്കെ ആയിട്ട് ഒരുങ്ങുന്ന സമയത്ത് അതാ കാറിൽ നമ്മുടെ അബി വരികയാണ് കേട്ടോ. അപ്പൊ
അപ്പൊ ഇങ്ങനെ നോക്കുന്ന അബി ഇറങ്ങി വരികയാണ്. അപ്പത്തേനും അബീനെ കണ്ടത്തിന് അഞ്ജലി ഷോക്കഡായി. ഓൾറെഡി അഞ്ജലി അബിയോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇങ്ങോട്ട് വരരുത്, അത് അച്ഛന് ഇഷ്ടപ്പെടില്ല, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ മുമ്പ് നമ്മുടെ അഞ്ജലിക്കുട്ടി അബിയോട് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അബി വന്ന് എന്ത് എന്ത് സംസാരിക്കാനാണ് വരുന്നത്? റൊമാൻറ്റിക്കിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ സംഭവമാണോ, വേറെ എന്തെങ്കിലും പറയാനാണോ, അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ അബി പറയില്ലേ, ഞാനൊന്നുമല്ല, ഞാൻ വേറൊരു ദുരുദ്ദേശത്തോട് കൂടിയിട്ടല്ല വന്നിട്ടുള്ളത്, ഞാൻ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറയും. അപ്പം നമ്മുടെ അഞ്ജലി ചോദിക്കും എന്താണ് നല്ല കാര്യം എന്നൊക്കെ ചോദിക്കും. അപ്പം അബി പറയും ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ സുഖമില്ല ഇരിക്കുകയാണല്ലോ, അപ്പൊ അച്ഛനെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഞാനാണ്, അപ്പൊ അറിഞ്ഞും അറിയാതെയോ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു സംഭവം ഉണ്ടായത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒക്കെ ആയിത്തീർന്നത്. അപ്പോൾ എന്താണെങ്കിലും അതിന് എന്തെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവുണ്ടെന്ന് എനിക്കറിയാം. ഏകദേശം 12 ലക്ഷം രൂപ അല്ലെ 10-15 ലക്ഷം രൂപയോളം ചിലവുണ്ടല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബാഗുണ്ട്, ഈ ബാഗിൽ നിറച്ച് പണമുണ്ട്, ഫുള്ള് അതിന് വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ട്, ഇത് ചികിത്സയ്ക്ക് വേണ്ടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് അബി നമ്മുടെ അഞ്ജലിയുടെ നേരെ നീട്ടും കേട്ടോ. അപ്പൊ ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അഞ്ജലിക്ക് സന്തോഷമൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം കേട്ടോ വരുന്നത്. അപ്പൊ തന്നെ അഞ്ജലി പറയും അഭിലാഷേട്ടനോട് ഞാൻ ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ. അഭിലാഷേട്ടന്റെ നല്ല മനസ്സൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ അബി പറയും ഞാനൊരു നല്ല മനസ്സിൽ തരുന്ന, എന്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല, അതായത് ഭാര്യയുടെ അച്ഛനും കൂടിയാണല്ലോ, അപ്പൊ ആ ഒരു ബന്ധം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആണ് ഈ പൈസ ഞാൻ കൊണ്ടുവന്നത്, അപ്പൊ വേറൊരു ഉദ്ദേശം എനിക്കില്ല എന്ന് പറയും. അപ്പൊ അഞ്ജലിക്ക് പാവം തോന്നും, പുള്ളിയുടെ മനസ്സൊക്കെ. അപ്പൊ അഞ്ജലി പറയും ചേട്ടാ, എനിക്ക് ചേട്ടനോട് കൈകൂപ്പിക്കൊണ്ട് നമ്മുടെ അഞ്ജലിക്കുട്ടി പറയും ചേട്ടാ, എനിക്ക് ചേട്ടനോട് വളരെയധികം നന്ദിയുണ്ട് കേട്ടാ, പക്ഷെ ശംഖുചക്രം തറവാട്ടിൽ നിന്നൊരു 5 പൈസ പോലും, ഭർത്ത് വീട്ടിൽ നിന്നൊരു 5 പൈസ പോലും എനിക്ക് വാങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അവർ പറയും ഈ പൈസ എന്റെ പൈസ, അവിടുത്തെ അല്ലെന്ന് പറയുമ്പോൾ അതെനിക്ക് മനസ്സിലായി, എങ്കിലും അത് വാങ്ങാൻ പറ്റില്ല ചേട്ടാ, ചേട്ടന്റെ മനസ്സിന് വളരെയധികം നന്ദിയുണ്ട്, കാരണം ചേട്ടൻ്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ ചേട്ടൻ ഞങ്ങളെ മനസ്സിലാക്കില്ല, എനിക്ക് പൈസ വാങ്ങാനായിട്ട് പറ്റത്തില്ല ചേട്ടാ എന്ന് പറയും കേട്ടോ. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് അമ്മായി എപ്പോഴും, അപ്പൊ അമ്മായി ചിന്തിക്കുന്നു 15 ലക്ഷം രൂപയാണ് അബി നീട്ടിയിട്ടുള്ളത്. 15 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ 12 ലക്ഷം രൂപ അച്ഛന് ചികിത്സക്ക് എടുത്താൽ 3 ലക്ഷം രൂപ നമുക്ക് എടുക്കാലോ, ഇങ്ങനെയൊക്കെയാണ് ശരിക്കും അമ്മായി അവിടെ നിന്ന് ചിന്തിക്കുന്നത്. അപ്പൊ അഞ്ജലി ഇവിടെ പൈസ മേടിക്കാൻ നിൽക്കുന്ന കാണുമ്പോൾ പുള്ളിക്കാരിക്കാണ് അവിടെ കലി ഇളകി തുള്ളി നിൽക്കുകയാണ് കേട്ടോ ഒരു സൈഡില്. അപ്പോൾ അബിയോട് അഞ്ജലി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചേട്ടാ, ഈ പൈസ എനിക്ക് വേണ്ട, ഞങ്ങൾക്കത് വാങ്ങാനായിട്ട് പറ്റത്തില്ല, ചേട്ടൻ എന്തായാലും വേഗം പോകും, ഇനി ഇങ്ങോട്ട് വരാൻ നിൽക്കല്ലേ, കാരണം അച്ഛനിരുന്ന് കണ്ടാൽ ഇഷ്ടപ്പെട്ടില്ല, ഒന്നും ശരിയാവില്ല ചേട്ടാ എന്ന് പറയും കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാല് അബിക്ക് ശരിക്കും മനസ്സിലൊരു വിഷമവും ബുദ്ധിമുട്ടൊക്കെ തോന്നും കേട്ടോ. പക്ഷെ പുള്ളി അത് മനസ്സിലൊക്കെ അടിച്ചു പിടിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് തിരിച്ച് കാറിലേക്ക് കയറും, എങ്ങനെ തിരിച്ചു പോകുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അത് കണ്ട് അമ്മായി ദേഷ്യം പോകുന്നുണ്ട്, അതായത് അബീനെ തിരിച്ച് അഞ്ജലി പറഞ്ഞു വിട്ടല്ലോ എന്നൊരു ദേഷ്യത്തിൽ ഓടി വരുന്ന അമ്മായിനെ നമുക്ക് കാണാം. ഇതോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് എന്തൊക്കെ പറഞ്ഞുതരും കേട്ടോ. അതായത് ഇപ്പൊ ഈ അബി ഇങ്ങനെ ഒരു മനസ്സോടുകൂടി വന്ന് സഹായമൊക്കെ നീട്ടി അഞ്ജലി നിരസിയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ. പക്ഷെ ഇത് നല്ല രീതിയിൽ ഒരു മുറിവ്, ശരിക്കും ഒരു മുറിവ് ഏറ്റിട്ടുണ്ട് അബിയുടെ മനസ്സിൽ കേട്ടോ. ഇപ്പൊ ചില സാഹചര്യങ്ങളാണ് ചില മനുഷ്യരെ ദുഷ്ടന്മാരും വില്ലന്മാരും ആക്കുന്നത് എന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഒരു സീൻ കണ്ടപ്പോൾ ഓർത്തുപോയി കേട്ടോ. കാരണം വെച്ചാൽ സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ മുറിവേറ്റ് വരുമ്പോൾ ഏതൊരു മനസ്സും കല്ലും ദുഷ്ടത്തരവും ഒക്കെ ആയി പോകും എന്നെനിക്ക് തോന്നി. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും കൂടി റിക്വസ്റ്റ് ചെയ്യണം. ടേക്ക് കെയർ, ബൈ ബൈ.